ഗാനത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനൊരിക്കലും ഹിന്ദി പഠിക്കുമെന്ന് വിചാരിച്ചല്ല, പക്ഷേ 18-ാം വയസ്സിൽ 1985 നേവിയിൽ എൻജിനീയറിംഗ് പഠിക്കുവാനായിട്ട് ചേർന്നപ്പോൾ മുതലാണ് ഹിന്ദി പഠിക്കുവാൻ തുടങ്ങിയത്. പക്ഷേ ഒരു കുഴപ്പം പറ്റി. എൻ്റെ കൂട്ടുകാരൊക്കെ ഭോപ്പാലികളും ഹരിയാനികളും ബീഹാരികളുമായതുകൊണ്ട് ഞാൻ പഠിച്ച ഹിന്ദി ഭോപ്പാലി ഹിന്ദിയും ഹരിയാനി ഹിന്ദിയും അതുപോലെ ബീഹാരി ഹിന്ദിയുമാണ്. ഈ 3 ഹിന്ദികളിലും ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുകയില്ലെന്ന് രക്ഷിക്കപ്പെട്ട ശേഷം എനിക്ക് മനസ്സിലായി. അപ്പോൾ രക്ഷിക്കപ്പെട്ട നിമിഷം എൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞതോടുകൂടി ഞാൻ ഈ പഠിച്ച ഹിന്ദിയൊക്കെ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞു. പിന്നെ ഒരു പ്യുവർ മലയാളിയായിട്ട് മാത്രം മുന്നോട്ട് ജീവിച്ചു വരവേ ഈ 2020 ജൂലൈ മാസത്തിൽ ഒരു ദിവസം രാത്രി 2 മണിക്ക് ഞാനൊരു ബൈബിൾ ക്ലാസ് ലാപ്ടോപ്പിൽ തയ്യാറായിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ സ്നേഹത്തിന് ആഴമിത് എന്നുള്ള ആ ഗാനം എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു ഗാനമാണ്. കാരണം ഞങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഹൃദയത്തിൽ മുറിവേറ്റവരെ കരുതുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഗാനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പഠിച്ചപ്പോൾ വല്ലാതെ ഹൃദയത്തിൽ മുറിവേറ്റ് തളർന്ന ഒരു ദേവദാസനെ വഴിയെ പോയ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു വിശ്വാസി കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് തല ഉയർത്തിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കാണ്, എൻ്റെ ദേവദാസനെ, ദൈവം നിങ്ങൾക്ക് 1000 നന്മകൾ ചെയ്തതൊന്നും ഓർക്കാൻ പാടില്ലയോ? ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഈ കഷ്ടവും സങ്കടവും ഒക്കെ ഇപ്പോൾ മാറും. അപ്പോൾ ആ ദേവദാസൻ എഴുന്നേറ്റ് പാടിയ പാട്ടാണ് 1000 നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ല, ഈ ക്ലേശം മാറിടുമേ, നാഥൻ എപ്പോഴും കൂടെയാണ്. മറ്റാരുമല്ല, പാസ്റ്റർ ഇന്ന് ക്രിസ്തുവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ TM തോമസ്. അപ്പോൾ ഞാനിത് 2 മണിക്ക് ഈ ബൈബിൾ ക്ലാസ് ചെയ്തുകൊണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു ആരോ പറയുന്നത് പോലെ, എന്തുകൊണ്ട് നിനക്ക് ഈ ഗാനം ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തുകൂടാ? എനിക്ക് അത് സാധ്യമല്ല. പക്ഷേ എന്നോട് എൻ്റെ ഉള്ള് പറഞ്ഞു, പെട്ടെന്ന് ബാക്കിയെല്ലാം മാറ്റിയിട്ട് ഹിന്ദി ഫോണ്ട് എടുക്കുക, ടൈപ്പ് ചെയ്യുവാൻ ആരംഭിക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ ആ പദങ്ങളെല്ലാം ഞാൻ കോർത്തിണക്കി ടൈപ്പ് ചെയ്തു. അതങ്ങനെ തന്നെ വെച്ചു. അത് വെളിച്ചം കണ്ടില്ല. പക്ഷേ ഈ നാട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഈ പാസ്റ്റർ TM ജോസഫ് എന്ന് പറയുന്നയാൾ നമ്മുടെ വിത്തുപുറക്കിൽ അമ്മാമ്മയുടെ മരുമകനായ പ്രിയ ജെയിംസ് പാസ്റ്ററുടെ അമ്മാച്ചനാണെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജെയിംസ് പാസ്റ്റർക്ക് ഈ വരികൾ അയച്ചു കൊടുത്തു. ജെയിംസ് പാസ്റ്റർ അത് നമ്മുടെ കുമ്മരാട്ടെ പാസ്റ്റർ ഷാജി ചാലക്കുടിക്ക് ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ ദേവദാസനെ അയച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഏറ്റവും ഉത്തമമാണ്, ഇത് ഞാൻ തന്നെ പാടിത്തരാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് പ്രിയ ജെയിംസ് പാസ്റ്റർ തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് ഇന്ന് റിലീസ് ചെയ്യുവാനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഒരു സ്വാതന്ത്ര്യമായിട്ട് ലോകത്തിലുള്ള ആർക്കും ഈ ഗാനം ഉപയോഗിക്കുകയും ഈ വീഡിയോ ഉപയോഗിക്കുകയും നിങ്ങളുടെ വ്യക്തിപരമായ ചാനലുകളിൽ ഇത് അപ്ലോഡ് ചെയ്യുകയും യാതൊരു ക്ലെയിമും ഉണ്ടാവുകയില്ല. ദൈവം എനിക്ക് തന്നതാണ്. അത് ഈ ലോകത്തിന് മുമ്പാകെ, വിശ്വാസികളുടെ മുമ്പാകെ സൗജന്യമായി തന്നെ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ കർത്തൃദാസനോട് അപേക്ഷിക്കുന്നു, കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇത് റിലീസ് ചെയ്യുവാനായിട്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായിരിക്കുന്ന ഒരു മലയാള പാട്ട് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആൻസനെ അവരുകളെ കർത്താവ് സഹായിച്ചല്ലോ. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, പ്രിയ ആൻസൻ പാസ്റ്ററെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്നേഹത്തിൻ ആഴമിത് എന്നുള്ളതായ അനുഗ്രഹീതമായ മലയാള ഗാനം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസന് ഉപയോഗിച്ചല്ലോ. ധാരാളമായ കൃപകളാൽ നിറയ്ക്കണം, ധാരാളമായി കർത്താവ് ഉപയോഗിക്കണം. ഇത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി തീരണം. വടക്കേന്ത്യയിലുള്ള അനേകമിടങ്ങളിൽ ഈ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാൻ കർത്താവ് സാവകാശം ഒരുക്കണം. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രിയ ദൈവദാസനെ അനുഗ്രഹിക്കുന്നു. കൃപയ്ക്കുൾ മറയ്ക്കണം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു.